നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് 2025 മാർച്ച് മാസത്തിൽ നടന്ന ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചാണ്. പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മളതിലെ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കുക, ആദ്യത്തേത് എന്താണ്? 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ്റെ പേരാണ് വിനോദ് കുമാർ ശുക്ലയാണ്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ. ഇക്കഴിഞ്ഞ മാസം, അതായത് മാർച്ച് 28 ഭൂകമ്പമുണ്ടാവുകയുണ്ടായി. നമ്മുടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ മ്യാൻമാർ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് ഭൂകമ്പങ്ങൾ ഉണ്ടായത്. ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമുണ്ട്. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഭൂകമ്പം അനുഭവിക്കുന്ന, അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കുവാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയുടെ പേരാണ് ക്രിസ്റ്റി കോവൻട്രി. സിംബാബ്വേയുടെ നീന്തൽ താരമാണ് ക്രിസ്റ്റി കോവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി നിയോഗിക്കപ്പെട്ട ആദ്യത്തെ വനിതയുടെ പേരാണ് ക്രിസ്റ്റി കോവൻട്രി. സിംബാബ്വേയുടെ മുൻ നീന്തൽ താരമായിരുന്നു ക്രിസ്റ്റി കോവൻട്രി. ഇതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് തോമസ് ബാക്ക്. തോമസ് ബാക്കാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22 മാർച്ച് 22 ലോക ജലദിനം ആയി ആചരിക്കുന്നത്. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയമാണ് ഹിമാനികളുടെ സംരക്ഷണം. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയമാണ് ഹിമാനികളുടെ സംരക്ഷണം എന്നത്. 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാകുന്ന നഗരമാണ് തിരുവനന്തപുരം. 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ വേദിയാണ് തിരുവനന്തപുരം. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ പേരാണ് വർണ്ണപ്പകിട്ട് എന്നത്. വർണ്ണപ്പകിട്ട് എന്നാണ് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് നൽകിയിരിക്കുന്ന പേര്. ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് മാർച്ച് 23. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത്. 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയമാണ് ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. നേരത്തെയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക എന്നതാണ് 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയമായി കണക്കാക്കിയിരിക്കുന്നത്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവിക അഭ്യാസം വരുണ. വരുണയുടെ 23ാമത് എപ്പിസോഡാണ് അറബിക്കടലിൽ നടത്തപ്പെടുന്നത്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന 23ാമത് നാവിക അഭ്യാസമാണ് വരുണ. വരുണയുടെ നേവൽ പതിപ്പിൻ്റെ എക്സർസൈസ് നടത്തപ്പെടുന്ന പ്രദേശമാണ് അറബിക്കടൽ. 2025 മാർച്ചിന് പുറത്തിറങ്ങിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 118. 2025 മാർച്ചിൽ പുറത്തിറങ്ങിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 118. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലൻഡ്. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലൻഡ്. തുടർച്ചയായി 8ാമത്തെ വർഷമാണ് ഫിൻലൻഡ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാമതെത്തുന്നത്. 1975 ഇന്ത്യൻ ഹോക്കി ലോകകപ്പ് വിജയത്തിൻ്റെ 50ാമത് വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്നത്. മാർച്ച് ഓഫ് ഗ്ലോറി എന്നത് 1925 ഇന്ത്യൻ ഹോക്കി ലോകകപ്പ് വിജയത്തിൻ്റെ 50ാമത് വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. പുസ്തകം എഴുതിയവരാണ് കെ അറുമുഖം, എറോൾ ഡിക്രൂസ് എന്നിവർ. പുസ്തകം എഴുതിയവർ കെ അറുമുഖം, എറോൾ ഡിക്രൂസ്. കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഓയിൽ. ഓപ്പറേഷൻ ഓയിൽ എന്നത് കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി
ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഓയിൽ. ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വനാമൃതം. അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗക്കാർക്ക് വേണ്ടിയാണ് വനാമൃതം എന്ന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകത്തിൻ്റെ പേരാണ് ബ്ലൂ ഗോസ്റ്റ് എന്ന പേടകമാണ്. ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകത്തിൻ്റെ പേരാണ് ബ്ലൂ ഗോസ്റ്റ് എന്നത്. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡറും ബ്ലൂ ഗോസ്റ്റാണ്. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡറും ബ്ലൂ ഗോസ്റ്റ് ആണ്. ടെക്സാസ് ആസ്ഥാനമായുള്ള ഇൻഡിറ്റീവ് മെഷീൻസിൻ്റെ ഒഡീസിയസ് ആണ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യ സ്വകാര്യ ലാൻഡർ. ടെക്സാസ് ആസ്ഥാനമായുള്ള ഇൻഡിറ്റീവ് മെഷീൻസിൻ്റെ ഒഡീസിയസ് ആണ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ലാൻഡർ. കേരള പോലീസിൻ്റെ ഓൺലൈൻ സേവനങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് പോലീസ് ആപ്പ് എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. കേരള പോലീസിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് പോൽ ആപ്പ്. ഇടശ്ശേരിക്കാർ എന്ന ഒരു പുസ്തകം ഈയിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അത് എഴുതിയിരിക്കുന്നത് KP രാമനുണ്ണിയാണ്. KP രാമനുണ്ണി എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ഇടശ്ശേരിക്കാർ എന്നാണ് KP രാമനുണ്ണി എഴുതിയ പുസ്തകത്തിൻ്റെ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 മെയ്യിൽ പ്രവർത്തനം നിർത്തുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് സ്കൈപ്പ് എന്നത്. 2025 മെയ്യിൽ പ്രവർത്തനം നിർത്തുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് സ്കൈപ്പ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗര ദൗത്യത്തിൻ്റെ പേരാണ് പഞ്ച്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗര ദൗത്യത്തിൻ്റെ പേരാണ് പഞ്ച്. പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ, അതാണ് പഞ്ച് എന്നതിൻ്റെ പൂർണ്ണരൂപം. പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ, അതാണ് പഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 എന്ന റോക്കറ്റിലാണ് പഞ്ച് വിക്ഷേപിക്കപ്പെടുന്നത്. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 എന്ന റോക്കറ്റിലാണ് പഞ്ച് വിക്ഷേപിക്കുന്നത്. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടക്കുന്ന ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരാണ് ബോംഗോ സാഗർ. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരാണ് ബോംഗോ സാഗർ. ഇന്ത്യക്ക് വേണ്ടി ഈ നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന കപ്പലാണ് INS രൺവീർ. ഇന്ത്യക്ക് വേണ്ടി ഈ നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന കപ്പലിൻ്റെ പേര് INS രൺവീർ. INS രൺവീർ പങ്കെടുക്കുന്നത് ബോംഗോ സാഗർ എന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസത്തിലാണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2024 ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ച കൃതികളാണ് ഇനി നമ്മൾ പറയുന്നത്. കഥ, നോവൽ എന്നീ വിഭാഗത്തിൽ വിമീഷ് മണിയൂർ എഴുതിയ ഭൂതം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ബാലസാഹിത്യ കൃതികൾക്കുള്ള പുരസ്കാരങ്ങളാണ് നമ്മൾ പറയുന്നത്. കഥയും നോവലും എന്ന വിഭാഗത്തിൽ വിമീഷ് മണിയൂർ എഴുതിയ ഭൂതം എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കവിതാ വിഭാഗത്തിൽ പ്രേമജ ഹരീന്ദ്രൻ്റെ പൂമാല എന്ന കവിതാ സമാഹാരത്തിന്. വൈജ്ഞാനിക പംക്തി എന്ന രീതിയിൽ B. പത്മകുമാർ എഴുതിയത് പാഠം 1 ആരോഗ്യം എന്ന പുസ്തകമാണ്. പാഠം 1 ആരോഗ്യം. ശാസ്ത്രമേഖലയിലാണെങ്കിൽ പ്രഭാവതി മേനോൻ്റെ ശാസ്ത്ര വികൃതികൾ സുകൃതികൾ കെടുതികൾ എന്ന പുസ്തകത്തിനാണ് ശാസ്ത്രമേഖലയിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ശാസ്ത്രമേഖലയിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന കൃതിയുടെ പേരാണ് പ്രഭാവതി മേനോൻ ശാസ്ത്ര വികൃതികൾ സുകൃതികൾ കെടുതികൾ എന്നിവ. ജീവചരിത്രം ആത്മകഥ നെല്ലത്തൂർ ഹരികൃഷ്ണൻ, അദ്ദേഹത്തിനാണ് ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്രം എന്ന മേഖലയിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കുട്ടികളുടെ എഴുത്തച്ഛൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ജീവചരിത്രം. വിവർത്തന മേഖലയിൽ ഡോക്ടർ സംഗീത ചേനംപുള്ളിക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ എന്നതായിരുന്നു കൃതി. ഡോക്ടർ സംഗീത ചേനംപുള്ളിയുടെ വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നാടക വിഭാഗത്തിൽ ഹാജിറ KMൻ്റെ സാക്ഷി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നാടകം വിഭാഗത്തിൽ ഹാജിറ KMൻ്റെ സാക്ഷി എന്ന കൃതിക്ക്.
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും 286 ദിവസങ്ങൾക്ക് ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച പേടകത്തിൻ്റെ പേരാണ് സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ഫ്രീഡം എന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും 286 ദിവസങ്ങൾക്ക് ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച പേടകമുണ്ട്. ആ പേടകമാണ് സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ഫ്രീഡം എന്നത്. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് 2025 മാർച്ച് 19-നാണ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് 2025 മാർച്ച് 19-നാണ്. സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനി, അതിൻ്റെ പേരാണ് IQ-Air എന്നത്. സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയുടെ പേരാണ് IQ-Air എന്നത്. ഇതിൻ്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5-ാം സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ രാജ്യമായി കണക്കാക്കിയിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ ചാഡിനെയാണ്. രണ്ടാമത്തേത് ബംഗ്ലാദേശ്, മൂന്നാമത്തേത് പാകിസ്ഥാൻ, 5-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം മേഘാലയയിലെ ബിർണിഹട്ടാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മേഘാലയ സംസ്ഥാനത്തിലെ ബിർണിഘട്ടിനെയാണ്. രണ്ടാമത്തെ നഗരം ന്യൂഡൽഹിയാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ രണ്ടാമത്തെ നഗരം ന്യൂഡൽഹിയാണ്. ഏറ്റവും മലിനമായ രാജ്യ തലസ്ഥാനമാണ് ന്യൂഡൽഹി. കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്നത്. കേരളത്തിലെ ലഹരി വ്യാപനം തടയുവാനായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നത്. 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥ്യം വഹിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധിയധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 2025 തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റാംസാർ അവാർഡ് നേടിയത് ജയശ്രീ വെങ്കിടേശ്വരനാണ്. 2025 തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റാംസാർ അവാർഡ് നേടിയത് ജയശ്രീ വെങ്കിടേശ്വരനാണ്. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായത് ടീം ഇന്ത്യയാണ്. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായത് ഇന്ത്യൻ ടീമാണ്. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായത് കേരളമാണ്. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിലെ ജേതാക്കൾ കേരളമാണ്. 2-ാം സ്ഥാനത്ത് കർണാടകം, 3-ാം സ്ഥാനത്ത് ഒഡീഷ. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായത് കേരളം, 2-ാം സ്ഥാനത്ത് കർണാടക, 3-ാം സ്ഥാനത്ത് ഒഡീഷ. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ചോ വാട്സപ്പ് മുഖേനയോ എക്സൈസുമായി പങ്കുവയ്ക്കുവാൻ അവസരമൊരുക്കുന്ന പദ്ധതിയുടെ പേരാണ് നേർവഴി പദ്ധതി. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ചോ വാട്സാപ്പ് മുഖേനയോ എക്സൈസുമായി പങ്കുവയ്ക്കുവാൻ അവസരമൊരുക്കുന്ന പദ്ധതിയുടെ പേരാണ് നേർവഴി പദ്ധതി എന്നത്. 30ാമത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP30 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലമാണ് ബ്രസീലിലെ ബെലോം. 30ാമത് COP30 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബെലോം, ബ്രസീലാണ്. ജലാശയങ്ങളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക. ജലാശയങ്ങളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുവിൻ്റെയും വിൽപ്പന നിരോധിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്കായി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിത ബുദ്ധി സംവിധാനം ലഹരിവേട്ടയ്ക്കായി ഉപയോഗിച്ചത് കേരള സംസ്ഥാനമാണ്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മാർക്ക് കാർണിയാണ്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മാർക്ക് കാർണിയാണ്. രാജസ്ഥാനിൽ നടക്കുന്ന ഇന്ത്യ ഈജിപ്റ്റ് സംയുക്ത സൈനിക അഭ്യാസം സൈക്ലോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാജസ്ഥാനിൽ നടക്കുന്ന ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനികാഭ്യാസമാണ് സൈക്ലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
2025 മൗറീഷ്യസിൻ്റെ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഏഷ്യൻ ഓഷ്യൻ എന്ന ബഹുമതി ലഭിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിക്കാണ്. മൗറീഷ്യസ് സർക്കാർ നൽകിയ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ ബഹുമതി നേടിയ വ്യക്തിയാണ് നരേന്ദ്രമോദി. കേരളത്തിലെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുപ്പലേൺ എന്നത്. കേരളത്തിലെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുപ്പലേൺ. സ്വന്തമായി ഉപഗ്രഹം എന്ന ആശയം ബജറ്റിൽ അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. സ്വന്തമായി ഉപഗ്രഹം എന്ന ആശയം ബജറ്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേരാണ് ആസാം. ബഹിരാകാശ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്പേസുമായി സഹകരിച്ച് അസം സാറ്റ് എന്ന ഉപഗ്രഹം നിർമ്മിക്കാനാണ് ആസാം നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് സ്വന്തമായി ഒരു ഉപഗ്രഹം എന്ന ആശയം നടപ്പിലാക്കുവാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി അസം മാറ്റപ്പെട്ടത്. ബഹിരാകാശ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്പേസുമായി സഹകരിച്ചുകൊണ്ടാണ് അസം സാറ്റ് എന്ന ഉപഗ്രഹം നിർമ്മിക്കാനൊരുങ്ങുന്നത്. ബഹിരാകാശ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്പേസുമായി സഹകരിച്ചുകൊണ്ടാണ് അസം സാറ്റ് എന്ന ഉപഗ്രഹം നിർമ്മിക്കുവാൻ ഒരുങ്ങുന്നത്. ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനം ആയി ആചരിക്കുന്നത് മാർച്ച് 15 2025 ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയമാണ് സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ഒരു നീതിയുക്തമായ മാറ്റം എന്നത്. 2025 ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയമാണ് സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ഒരു നീതിയുക്തമായ മാറ്റം അഥവാ എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസായ അനന്ത പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബാംഗ്ലൂരുവിലാണ്. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസായ അനന്ത പ്രവർത്തനം ആരംഭിച്ചത് ബാംഗ്ലൂരിലാണ്. ഇന്ത്യയിലെ ആദ്യ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ഇന്ത്യയിലെ ആദ്യ ലോകത്തിലെ സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഗുരുഗ്രാം. ലോക സമാധാന കേന്ദ്രം ഇന്ത്യയിൽ വരുന്നു. അതിൻ്റെ ആദ്യത്തെ സെൻറ്റർ സ്ഥാപിതമായിരിക്കുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി വെള്ളാനിക്കരയാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂരിലെ വെള്ളാനിക്കരയാണ്. 2025 കേരള സയൻസ് കോൺഗ്രസിൻ്റെ പ്രമേയം ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പ്രവർത്തനമാണ്. 2025 കേരള സയൻസ് കോൺഗ്രസിൻ്റെ പ്രമേയം ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പ്രവർത്തനമാണ്. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭമാണ് ബെയിലി എന്നത്. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭമാണ് ബെയിലി എന്നത്. ഇലോൺ മസ്കിൻ്റെ AI പുറത്തിറക്കുന്ന പുതിയ ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ഗ്രോക്ക് 3 എന്നത്. എലോൺ മസ്കിൻ്റെ AI പുതിയതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ഗ്രോക്ക് 3 എന്നത്. 2025 യൂറോപ്യൻ പ്രതിരോധ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബ്രിട്ടനാണ്. 2025 യൂറോപ്യൻ പ്രതിരോധ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബ്രിട്ടൻ ആണ്. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിൻ്റെ വേദിയാണ് സ്പെയിൻ. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിൻ്റെ വേദിയാണ് സ്പെയിൻ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ആണ് ഇന്ത്യൻ ടീം. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ടീമാണ് ഇന്ത്യൻ ടീം. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. 2025 ഉദ്ഘാടനം ചെയ്ത വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇത് ആനന്ദ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ്. കേരളത്തിൽ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാടാണ്. മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക്. ആന്തൂറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്ത സംസ്ഥാനമാണ് മിസോറാം. ആന്തൂറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്ത സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടത് മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശാണ്.
കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ്റെ പേരാണ് KV കുമാരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് KV കുമാരൻ. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ്. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹത് സംഗമത്തിൻ്റെ 100ാമത് വാർഷികമാണ് 2025 ആചരിക്കുന്നത്. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സമാഗമത്തിൻ്റെ 100ാമത് വാർഷികമാണ് 2025 ആചരിക്കപ്പെടുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ നാഷണൽ ജിയോ സയൻസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ നാഷണൽ ജിയോ സയൻസ് മ്യൂസിയം മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ പേരാണ് ആൽഫ്രഡ്. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ പേരാണ് ആൽഫ്രഡ്. പുകവലി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 12 പുകവലി വിരുദ്ധ ദിനമായി മാർച്ച് 12 ആചരിക്കുന്നു. ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ഖഞ്ചാർ എന്ന് പറയുന്നു. കിർഗിസ്ഥാനിലാണ് വേദി. ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമാണ് ഖഞ്ചാർ. ഇതിൻ്റെ വേദി കിർഗിസ്ഥാനിലാണ്. അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് തുടങ്ങിയ എല്ലാ സേവനങ്ങൾക്കും ഇനി 112 എന്ന ഒറ്റ നമ്പറിൽ വിളിച്ചാൽ മതി. അടിയന്തര സേവനങ്ങൾക്ക് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് തുടങ്ങിയ എല്ലാ സേവനങ്ങൾക്കും ഇനി മുതൽ 112 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് അഞ്ജു രതി റാണയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് അഞ്ജു രതി റാണയാണ്. ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവിൻ്റെ പേരാണ് കൈലാസ് സത്യാർത്ഥി. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ദിയ സലായ് എന്നത്. ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയുടെ പേരാണ് ദിയ സലായ് എന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രദർശനമായ എയ്റോ ഇന്ത്യക്ക് വേദിയാകുന്നത് യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനാണ്. ബാംഗ്ലൂരിലാണ് യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രദർശനമായ എയ്റോ ഇന്ത്യക്ക് വേദിയാകുന്നത് യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനാണ്. KSRTCക്കായി നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പറാണ് 149. KSRTCക്കായി നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പറാണ് 149. 2025 ഏഷ്യൻ വിൻ്റർ ഗെയിംസിന് വേദിയാകുന്ന രാജ്യമാണ് ചൈന. 2025 ഏഷ്യൻ വിൻ്റർ ഗെയിംസിന് വേദിയാകുന്ന രാജ്യമാണ് ചൈന. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്താണ് തൃപ്പങ്ങോട് പഞ്ചായത്ത്. ഇത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്താണ് തൃപ്പങ്ങോട് പഞ്ചായത്ത്. ഇത് മലപ്പുറം ജില്ലയിലാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക രേഖ പ്രകാരം 2025 ഫെബ്രുവരിയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം പാലക്കാടാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക രേഖ പ്രകാരം 2025 ഫെബ്രുവരിയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം പാലക്കാടാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാനൊരുങ്ങുന്ന ആര്യവല്ലി സഫാരി പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഹരിയാന. ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാനൊരുങ്ങുന്ന ആര്യവല്ലി സഫാരി പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഹരിയാനയാണ്. അപൂർവ രക്തഗ്രൂപ്പ് ദാതാക്കളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അപൂർവ രക്തഗ്രൂപ്പ് ദാതാക്കളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. 2025 97ാമത് ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കൻ ചിത്രമായ അനോറയാണ്. 2025 97ാമത് ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കൻ ചിത്രമായ അനോറയാണ്. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡിയും മികച്ച നടി മൈക്കി മാഡിസണുമാണ്. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി, മികച്ച നടി മൈക്കി മാഡിസൺ. മികച്ച സംവിധായകൻ ഷോൺ ബേക്കറാണ്. അനോറ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ്
ഷോൺ ബേക്കർ. ലോക വന്യജീവി ദിനമായി ആചരിക്കുന്ന ദിവസമാണ് മാർച്ച് 3. ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് 3 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം വന്യജീവി സംരക്ഷണ ധനസഹായം, ജനങ്ങളിലും ഗ്രഹത്തിലും നിക്ഷേപം. വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നതാണ് വൈൽഡ് ലൈഫ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രമേയം. 2025 ഇന്ത്യയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനാണ് 2025 ഇന്ത്യയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയികളായ ടീം വിദർഭയാണ്. 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയികളായ ടീം വിദർഭയാണ്. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് വിദർഭയുടെ കിരീടനേട്ടം. വിദർഭയുടെ 3ാം രഞ്ജി കിരീടമാണ് ഇത്. 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, IRCTC എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന IRFC. അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് മാർച്ച് 8. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എല്ലാ സ്ത്രീകൾക്കും, എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും സമത്വവും ശാക്തീകരണവും എന്നതാണ്. ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്, ഇക്വാളിറ്റി, എംപവർമെൻറ്റ് എന്നതാണ് പ്രമേയം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. കേരളത്തിലെ ആദ്യ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരവാൻ പാർക്ക് നിലവിൽ വന്നത് മലമ്പുഴയിലാണ്, പാലക്കാട് ജില്ലയിലെ മലമ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് തുഹിൽ കാന്ത പാണ്ഡെയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആയി നിയമിതനായ വ്യക്തിയുടെ പേരാണ് തുഹിൽ കാന്ത പാണ്ഡെ. ഗാന്ധിജി വൈക്കം സന്ദർശിച്ചിട്ട് 2025 100 വർഷം പൂർത്തിയാവുകയാണ്. ഗാന്ധിജി വൈക്കം സന്ദർശിച്ചിട്ട് 2025 100 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി 1925 മാർച്ചിലാണ് ഗാന്ധിജി വൈക്കത്ത് വന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി 1925 ഗാന്ധിജി വൈക്കം സന്ദർശിച്ചു. 2025 100 വർഷം തികയുകയാണ് അതിനെ. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിൻ്റെ വേദിയാണ് സൗദി അറേബ്യ. ഇത് റിയാദിലാണ്. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സിൻ്റെ സ്പോർട്സ് ഗെയിംസിൻ്റെ വേദിയാണ് സൗദി അറേബ്യയിലെ റിയാദ്. മഹാകവി വള്ളത്തോളിനെ പ്രമേയമാക്കി നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചത് അനിൽ വള്ളത്തോളാണ്. മഹാകവി വള്ളത്തോളിനെ പ്രമേയമാക്കിക്കൊണ്ട് നിർനിമേഷമായി നിൽക്ക എന്ന ഒരു നോവൽ രചിച്ചത് അനിൽ വള്ളത്തോളാണ്. 2025 മാർച്ചിൽ US-ൻ്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലീഷാണ്. US-ൻ്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലീഷാണ്. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത വൃക്ക ശസ്ത്രക്രിയ വിദഗ്ധൻ്റെ പേരാണ് ഡോക്ടർ ജോർജ് B. എബ്രഹാം. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത വൃക്ക ശസ്ത്രക്രിയ വിദഗ്ധൻ്റെ പേരാണ് ഡോക്ടർ ജോർജ് B. എബ്രഹാം. EFIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. EFIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലെത്തിക്കുവാൻ സമഗ്ര ശിക്ഷാ കേരളം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പഠിപ്പുരസി. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലെത്തിക്കുവാൻ സമഗ്ര ശിക്ഷാ കേരളം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് പഠിപ്പുറസി. 2024 നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സേഫ്റ്റി അവാർഡുകളിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം നേടിയ വിമാനത്താവളമുണ്ട്. ഗോവയിലെ മോപ്പ വിമാനത്താവളമാണ്. മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മനോഹർ പരീക്കറിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട വിമാനത്താവളമാണ് ഇത്. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വില്ല, അതിൻ്റെ പേരാണ് ത്വസ്ത എന്ന കമ്പനിയാണ്. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വില്ല നിർമ്മിച്ച കമ്പനിയുടെ പേരാണ് ത്വസ്ത.
മദ്രാസ് IITയിൽ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ത്വസ്ത. മദ്രാസ് IITയിൽ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ത്വസ്ത. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ പട്ടികജാതി സമൂഹങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM അജയ് എന്നത്. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദ യോജന എന്നാണ് ഇതിൻ്റെ പേര്. PM അജയ് എന്നത് ഇന്ത്യയിലെ പട്ടികജാതി സമൂഹങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. അസമിലെ ജാഗീർ റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേരാണ് രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി എന്നത്. അസമിലെ ജാഗീർ റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേരാണ് രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി എന്നത്. ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനമാണ് വെള്ളാനിക്കര കാർഷിക സർവകലാശാല. ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനമാണ് വെള്ളാനിക്കര കാർഷിക സർവകലാശാല. ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിനാണ് ഇത്. ഈ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയാണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്നത്. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയാണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്നത്. പാസീസ് അക്കാഡമി നൽകുന്ന 2025 മാർച്ച് മാസത്തെ ആനുകാലിക വാർത്തകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വാർത്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്